عليكم ورحمة الله تعالى وبركاته. بسم الله الحمد لله الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. لإيلاف قريش إيلافهم رحلة الشتاء والصيف فليعبدوا رب هذا البيت الذي أطعمهم من جوع وآمنهم من خوف. ആദരണീയരായ ഉസ്താദന്മാർ, സ്നേഹം നിറഞ്ഞ വിദ്യാർത്ഥികൾ, മറ്റു എൻ്റെ ശ്രവിക്കുന്ന പ്രിയ ശ്രോതാക്കളെ, പരിശുദ്ധമായ അള്ളാഹുവിൻ്റെ ഖുർആൻ വിശദീകരിക്കുന്ന ഈ വേദി അള്ളാഹു തആല ഞങ്ങളിൽ നിന്ന് കബൂലാക്കുമാറാവട്ടെ. ആമീൻ. ഭൂതകാലത്തിൽ നിന്നും തുടങ്ങി വർത്തമാനകാലത്തിലൂടെ സഞ്ചരിച്ച് ഭാവി കാലത്തെ കുറിച്ച് സംസാരിക്കുന്ന പരിശുദ്ധമായ ഖുർആൻ. ആ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ അധ്യായങ്ങൾ ഇറക്കുമ്പോഴും ആ ഓരോ അധ്യായങ്ങൾക്കും ഓരോ മഹത്വങ്ങൾ അല്ലാഹു നൽകിയിട്ടുണ്ട്. എന്നാൽ പരിശുദ്ധമായ ഖുറൈശ് എന്ന് പറയുന്ന സൂറത്ത് ലോകത്തിന്റെ ഏതാവ് അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഗോത്രമായ ആ ഖുറൈശ്, അതാ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുറൈശികൾക്ക് ഒരുപാട് മഹത്വങ്ങൾ നൽകിയിട്ടുണ്ട്. അതിൽ ഒന്ന് ഞാൻ ഖുറൈശിയായി എന്നതാണ്. രണ്ടാമത് ഖിലാഫത്തും നുബുവത്തും അത് ഖുറൈശികളിൽ നിന്നായിരുന്നു അല്ലാഹു തിരഞ്ഞെടുത്തത്. മൂന്നാമത്തത് ഈ നുബുവത്തിന്റെ തുടക്കകാലത്ത്, ഇസ്ലാമിന്റെ തുടക്കകാലത്ത് അള്ളാഹുവിനെ ആരാധിച്ചിരുന്നത്, അതായത് 10 വർഷം വരെ ഖുറൈശികൾ മാത്രമായിരുന്നു. നാലാമത് പറഞ്ഞത് ഈ ഖുറൈശികൾ മുശ്രിക്കായിരിക്കെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ രക്ഷിച്ചു, അതായത് അവരെ സഹായിച്ചു എന്നതാണ്. അഞ്ചാമത് പറയുന്നത് അവിടുത്തെ പരിശുദ്ധമായ ഖുർആനിൽ ഖുറൈശി എന്ന നാമം കൊണ്ട് തന്നെ ഒരു അധ്യായം തന്നെ ഇറക്കപ്പെട്ടു എന്നതാണ്. ആ പരിശുദ്ധമായ അധ്യായത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തുടങ്ങുന്നത് ലീലാഫി ഖുറൈശ്. ഈ ലീലാഫി ഖുറൈശ് എന്നതിന്റെ ലാമ്, ആ ലാമ് ഏത് ലാമാണ് എന്നതിൽ മഹാന്മാരായ മുഫസ്സിരീങ്ങൾ പല അഭിപ്രായങ്ങളും പറയുന്നുണ്ടെങ്കിലും ഇമാം റാസി റളിയല്ലാഹു അൻഹു തന്റെ തഫ്സീറുൽ കബീറിൽ രേഖപ്പെടുത്തിയത് കാണാം. അത് ആ ലാമ് ലാമുത്തഅജ്ജുബ്, അത് തഅജ്ജുബിന് വേണ്ടി വന്ന ലാമാണ്. അങ്ങനെയാണെങ്കിൽ ലീലാഫി ഖുറൈശ്, ഈ മക്കക്കാരായ ആളുകൾ ഖുറൈശികളെ ഇത്രയും ഇണക്കമുള്ളതാക്കി എന്തൊരത്ഭുതമാണ്. എന്നാൽ ആ ലീലാഫി ഖുറൈശ് എന്നതിന്റെ ലാമ് അത് നൈസാബൂരി തങ്ങളെ തന്റെ ഖറായിബുൽ ഖുർആനിൽ രേഖപ്പെടുത്തിയത് കാണാം. അത് തഅലീലിന് വേണ്ടി വന്നതാണ്. അങ്ങനെ തഅലീലിന് വേണ്ടി വന്നതാണെങ്കിൽ ലീലാഫി ഖുറൈശ്, ഈ ഖുറൈശികൾ ഇത്രയും ഇണക്കമുള്ളതാക്കിയതിന് വേണ്ടി കഴിഞ്ഞില്ല. വീണ്ടും അടിവരയിട്ടുകൊണ്ട് ബദലായി പറയാണ് ഈലാഫീഹിം റഹ്ലത്തശ്ശിതാഇ വസ്സൈഫ്. മക്കക്കാരായ ആളുകൾ
ആ മക്കക്കാരായ ആളുകൾക്ക് രണ്ട് യാത്രകളുണ്ട്. ഒന്ന് ഉഷ്ണകാലത്തും മറ്റൊന്ന് ശൈത്യകാലത്തുമാണ്. ഉഷ്ണകാലത്ത് ഇവര് യമനിലേക്കും ശൈത്യകാലത്ത് ഷാമിലേക്കും യാത്ര പോകും. എന്തിനായിരുന്നു ഈ യാത്ര? തങ്ങളുടെ ജീവിതോപാധി കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്, താങ്കളുടെ ജീവിതത്തിന്റെ പൂർത്തീകരണത്തിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ അവരാ കച്ചവടത്തിന് വേണ്ടി പോയിട്ട് അവിടെ അവരുടെ ജീവിതത്തിനുള്ള എല്ലാം അവർ കണ്ടെത്തുമായിരുന്നു. ഇവിടെയൊക്കെയും ഇവർക്ക് ആരെയും ഭയക്കേണ്ട ആവശ്യമില്ലായിരുന്നു. ആരും ഇവരെ എതിർക്കാൻ വരില്ല. കാരണം തൊട്ടു മുമ്പുള്ള സൂറത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തിയത് അബ്രഹത്തും സൈന്യവും ആ കഅബാലയം നശിപ്പിക്കാൻ വന്നപ്പോ അതാ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഖുറൈശികളുടെ കൂടെ കൂടി ഈ ഖുറൈശികളെ സഹായിച്ചു. എന്നാൽ ആ കാരണം കൊണ്ട് ഈ ഖുറൈശികൾക്ക് മുഴുവനും നിർഭയത്വം കിട്ടി. അവർക്ക് കച്ചവടത്തിന് പോവാനോ ഒരിടത്ത് താമസിക്കാനോ യാതൊരു ഭയവുമില്ലാതായി. ഇങ്ങനെയുള്ള അനുഗ്രഹങ്ങളൊക്കെയും അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ചെയ്തു കൊടുത്തു. എന്നിട്ട് അല്ലാഹു പറയാണ് ഫല്യഅബ്ദു റബ്ബ ഹാദൽ ബൈത്ത്. നിങ്ങൾക്കൊക്കെയും ഇത്രയും അനുഗ്രഹം ലഭിക്കാൻ, നിങ്ങൾക്കൊക്കെയും ഇത്രയും നിഅമത്ത് ലഭിക്കാൻ കാരണമായ വിശുദ്ധമായ കഅബാലയമുണ്ടല്ലോ. ആ പരിശുദ്ധമായ കഅബാലയത്തിന്റെ ഉടമയായ അല്ലാഹുവിനെ നിങ്ങൾ ആരാധിക്കണേ. നിഅമത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ആവശ്യമുള്ളത് ലഭിക്കുകയും ആവശ്യമില്ലാത്തത് ലഭിക്കാതിരിക്കുകയും നമുക്ക് വേണ്ടാത്തത് നിങ്ങളുടെ മുമ്പിൽ വരാതിരിക്കുകയും നമുക്ക് വേണ്ട സാധനം വേണ്ട സ്ഥലത്ത് വേണ്ടത് വെച്ച് വേണ്ട സമയത്ത് നമുക്ക് ലഭിക്കുക എന്നതാണ്. അങ്ങനെ ജീവിതത്തിന്റെ എല്ലാ സൗന്ദര്യങ്ങളും അല്ലാഹു ഒരുക്കി തന്നില്ലേ? എന്നിട്ട് നിങ്ങൾ ആ അല്ലാഹുവിനെ ആരാധിക്കണേ. ഓ എന്റെ പ്രിയമുള്ളവരെ, ആ അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ട് വീണ്ടും അല്ലാഹു തആല ആ അള്ളാഹു എങ്ങനെയുള്ള അള്ളാഹു ആണ് എന്ന് വിശദീകരിക്കുകയാണ്. എന്താണ്? അല്ലദീ അത്അമഹും മിൻ ജൂഅ് വആമനഹും മിൻ ഖൗഫ്. നിങ്ങൾക്ക് വിശക്കുന്ന സമയത്ത് ഭക്ഷണം നൽകുന്ന അള്ളാഹു, നിങ്ങൾക്ക് ഭയം വരുന്ന സമയത്ത് നിർഭയത്വം ലഭിച്ചു തരുന്ന അള്ളാഹു, അങ്ങനെയുള്ള അള്ളാഹു ആണ്. ഏത് സമയത്തും നിങ്ങൾക്ക് നിഅമത്ത് ലഭിച്ചു തരുന്ന അള്ളാഹു, ആ അല്ലാഹുവിനെ നിങ്ങൾ ആരാധിക്കണേ. ഇവിടെ ഞാനും നിങ്ങളും ചിന്തിക്കാനുള്ള വലിയൊരു ആശയം എന്താണ്? നമുക്കൊക്കെയും അല്ലാഹു എത്ര വലിയ അനുഗ്രഹങ്ങൾ ചെയ്തു തരുന്നുണ്ട്. നമ്മുടെ ശരീരത്തിന് യാതൊരു കുഴപ്പവും അല്ലാഹു തന്നിട്ടില്ല. ഞങ്ങളുടെ അവയവങ്ങളൊക്കെയും നല്ല രൂപത്തിൽ അല്ലാഹു തന്നിട്ടുണ്ട്. ഞങ്ങളുടെ സംസാരത്തിനൊരു കുഴപ്പവും അല്ലാഹു തന്നിട്ടില്ല. എന്നാൽ ഞങ്ങൾക്ക് ജീവിക്കാനുള്ള പുരയിടം അല്ലാഹു തന്നിട്ടുണ്ട്. നമുക്ക് പഠിക്കാനുള്ള ബുദ്ധി അല്ലാഹു തന്നിട്ടുണ്ട്. എന്നിട്ടോ നാം അല്ലാഹുവിനെ മറന്നു പോകുന്ന ജീവിതമാണോ? എന്നാൽ നമ്മുടെ ജീവിതത്തിന് വല്ല അർത്ഥവുമുണ്ടോ? ഓ എന്റെ പ്രിയമുള്ളവരെ, ഇവിടെയാണ് ചിന്തിക്കാനുള്ളത്. നാം അല്ലാഹുവിനെ മറന്നു പോവുകയാണ് കേവലം നൈമിഷികമായ സുഖത്തിനു വേണ്ടി. ഇവിടെയുള്ള ഹറാമിൽ ഏർപ്പെട്ടുകൊണ്ട് ജീവിതത്തെ മോശമാക്കുമ്പോ പരലോകത്തിലെ കാലാകാല സുഖങ്ങളെ നശിപ്പിക്കുകയാണ്. അത് ഈ സൂറത്തിന്റെ ആശയങ്ങൾ തന്നെ മനസ്സിലാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഖുറൈശികളോട് പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഇത്രയും അനുഗ്രഹം ചെയ്തു തന്നിട്ട് നിങ്ങൾ അല്ലാഹുവിലേക്ക് മടങ്ങിയില്ലെങ്കിൽ നിങ്ങൾക്ക് കേവലം ദുനിയാവിലെ സുഖം മാത്രം ലഭിച്ചെന്ന് വരാം. പക്ഷേ ആഖിറത്തിലുള്ള പരാജയം നിങ്ങളെ കാത്തു നിൽക്കുന്നുണ്ട്. ഓ എന്റെ പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഈ പരിശുദ്ധമായ സൂക്തം നമ്മളെപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ കൊണ്ടുവരണം. എന്നാൽ നമ്മുടെ ജീവിതം നമുക്ക് അല്ലാഹുവിലേക്ക് സമർപ്പിക്കാൻ പറ്റും. നമ്മുടെ ജീവിതം അല്ലാഹുവിലേക്ക് സമർപ്പിച്ചാൽ നമ്മുടെ ജീവിതം ഭംഗിയാകും, നമ്മുടെ ജീവിതത്തിന് അർത്ഥമുള്ള ജീവിതമാകും. ഈ ദുനിയാവിലെ നൈമിഷികമായ സുഖത്തിന് വേണ്ടി നാം നമ്മുടെ ജീവിതത്തെ ഇല്ലായ്മയാക്കി കളയല്ലേ. അങ്ങനെ നിർഭയത്തരായ ആ ഖുറൈശികള് അവരോട് അല്ലാഹു തആല ഇങ്ങനെയൊക്കെയും പറഞ്ഞു. എന്നാൽ അതാ സഫ്വത്തു തഫാസീരിൽ കാണാം, ഇബ്രാഹിം നബി അലൈഹിസ്സലാം ദുആ ചെയ്യുന്നു. എന്താണ്? റബ്ബി ജഅൽ ഹാദാ ബലദൻ ആമിനാ. അല്ലാഹ് ഈ മക്ക എന്ന നാടിനെ നിർഭയത്വമുള്ള വലിയ ആമിനത്തായ നാടാക്കണേ അല്ലാഹ്. അതിന്റെ പുലർച്ചയും കൂടിയാണ് ആ ഖുറൈശികളിൽ അല്ലാഹു നൽകിയിട്ടുള്ളത്.